കൊടും കുറ്റവാളികൾക്ക് സെൻട്രൽ ജയിലുകളിൽ വെച്ച് വിളമ്പാൻ പ്രതിമാസം ചെലവഴിക്കുന്നത് 84 ലക്ഷം രൂപ. പൂജപ്പുര, കണ്ണൂർ, വിയ്യൂർ, തവനൂർ എന്നീ 4 സെൻട്രൽ ജയിലിലെ കണക്കാണിത്. 84 ലക്ഷം രൂപ ഈ 4 ജയിലുകളിലെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം. പിന്നെ ബാക്കിയെല്ലാം കൂടി നോക്കുകയാണെങ്കിൽ 1 കോടിക്ക് മേലെ ചിലവുണ്ട് ഈ ജയിലിലെ ഈ കുറ്റവാളികളെ തീറ്റിപ്പറ്റാൻ വേണ്ടി മാത്രം സർക്കാരിന് ചിലവാക്കേണ്ടി വരുന്നത്. ആലോചിച്ച് നോക്ക്, ഈ കുറ്റവാളികൾക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ശ്രദ്ധ ഇവന്മാർ ചാടിപ്പോവാതിരിക്കാനും കൂടി ഉള്ളതിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഇവന്മാർ ചാടിപ്പോയി കഴിഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് നോക്കി എത്ര പൈസയാണ് ചിലവ്. ഇന്നാൾ ഗോവിന്ദച്ചാമി എത്ര പോലീസുകാർ, അതിൻ്റെ സെക്യൂരിറ്റി, പിന്നെ ഇദ്ദേഹത്തിനെ കണ്ണൂരിൽ നിന്ന് വിയ്യൂരിലേക്ക് മാറ്റുന്ന ചിലവ് എത്ര ലക്ഷം ചിലവായിട്ടുണ്ടാവും. ശിക്ഷ എന്ന് പറയുമ്പോൾ അതൊരു സുഖസൗകര്യമുള്ള ഒരു പരിപാടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജയിലുകളിൽ. ആവശ്യമുള്ള ഭക്ഷണം നല്ല ഭക്ഷണം പറഞ്ഞാൽ എന്തൊക്കെയാണ്? ആഴ്ചയിൽ ഒരിക്കൽ മട്ടൻ കറി, 2 ദിവസം മീൻകറി ഉൾപ്പെടെയാണ് ഭക്ഷണം. നമ്മുടെ വീട്ടിലുണ്ടോ അത്? നമ്മുടെ വീട്ടിൽ എവിടെ ആഴ്ച 2 ദിവസം മട്ടനൊക്കെ മേടിച്ച് കഴിക്കുന്നത്? മട്ടൻ എന്താ വില? അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയ ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാർ എന്തെങ്കിലും പണി ഒപ്പിച്ച് ജയിലിൽ പോകാൻ മടിക്കുമോ? ഒരിക്കലുമില്ല. ഒരിക്കൽ ജയിലിൽ പോയി അതിൻ്റെ സുഖം പിടികിട്ടിയവൻ പിന്നെ പുറത്തിറങ്ങി അവന് നിൽക്കേണ്ട, അവൻ എന്തെങ്കിലും പണി ഒപ്പിച്ച് അങ്ങോട്ടേക്ക് ഓടി കയറുക ചെയ്യുക. നരകിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. അവിടെ ഇപ്പം മനുഷ്യാവകാശം നോക്കേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? നല്ല മനുഷ്യാവകാശത്തോട് പുറത്തുകൂടെ നടക്കാനില്ല, പുറത്ത് അലവലാതി പണിയും ഒപ്പിച്ചുകൊണ്ടാണല്ലോ ജയിലിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഈ മനുഷ്യാവകാശം എന്ന് പറഞ്ഞ സൗകര്യമാണെങ്കിൽ എന്തുവാണ്? 84 ലക്ഷം രൂപ ഓരോ മാസം ചിലവാ പോലും. ഇതൊക്കെ നമ്മുടെ ടാക്സിൻ്റെ പൈസയാണ്. നമുക്ക് ഗുണം വരേണ്ട പൈസകളാണ് ഈ യവന്മാരെ തെറ്റിപ്പറ്റുന്നു.